ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനായ ടോക്സിക് സിനിമയിലെ തബാഹി എന്നൊരു സോങ് റിലീസ് ചെയ്തിട്ടുണ്ട് അവര്. നമുക്കൊന്ന് കണ്ടുപോകാം. ബാ. ഔട്ട് ബിയോണ്ട് ഐഡിയാസ് ഓഫ് വൈൻഡു എന്തോ ഒരു ഫോട്ടാണ്. ക്യാബിൻ പ്രൊഡക്ഷൻസ്, മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്, സിയാർ അദ്വാനി, റോക്കിംഗ് സ്റ്റാർ യാഷ്. ಮೀರಿ ಹೋಗೋಣ ಬಾ ಎಲ್ಲ ಗಡಿ ದಾಟಿ ನೋಡೋಣ ಬಾ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ പ്രണയം തോന്നുന്നു എന്നാണ് തോന്നുന്നത്. ದಂಗಾರ ಸಿಡಿದೇಳಲು ഏ? ತಬಾಹಿ പാട്ട് തന്നെയാണോ ഉദ്ദേശിച്ചത്? ഗൈസ്, ഇവര് പാട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. തുടക്കം തൊട്ടേ വയലൻസ് ആണ് പാട്ടില്. ഏത് വയലൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്ക് തോന്നുന്നു പാട്ട് മുഴുവനും വയലൻസ് ആയിരിക്കും. അതും ഏത് വയലൻസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതെന്ത് പാട്ട്? അവിടെ ഉള്ള എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണുണ്ട് ആ വീഡിയോസ് എല്ലാവരും. ആ ഇവൻ തുടങ്ങിയത് എന്റെ ഒരു മൈൻഡ് സെറ്റില്. അയച്ചത് ഇവരൊക്കെ ഇത് തന്നെയാണ് കേട്ടോ ജോലി. പാട്ട് ಸಾಗರ ಸರಸರ ബീച്ചിൽ കിടപ്പുണ്ട്. ದಾಟಲು ಭಾವದ ರಭಸವು റോക്കിംഗ് സ്റ്റാർ യാഷ് ಮೀಟಲು അടുത്ത ഇറക്കം വന്നിട്ട് തോന്നുന്നു. ವ್ಯಾಮೋಹ ಜೊತೆ ಸೇರಲು ತಬಾಹಿ ഓ, പാട്ടിന്റെ ബോഡി തബാഹി 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 എന്നാണ് പാട്ടിന്റെ പേര്. ഞാൻ ഇപ്പോഴാണ് ആ ലിറിക്സ് കേൾക്കുന്നത്. സത്യം പറഞ്ഞു എന്താ എന്താ വില്ലത്തിയായിരിക്കും. ഇവിടെ ഒറ്റ നിയമമുള്ളൂ, ഒറ്റ ആലോചനയേ ഉള്ളൂ. ಸರಸ ಸದರ ಬೆರೆತು ಸಮರ ಪ್ರಣಯ ഗൈസ്, പാട്ട് മൊത്തം എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇത് അവര് പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ കാസ്റ്റ് ആൻഡ് ക്രൂ സൈഡ് എന്ന് പറഞ്ഞ പോലെ കുട്ടികളെ മാറ്റി നിർത്തിയാണ് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും കാണാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അതുകൊണ്ട് സ്ട്രിക്ട്ലി കൊച്ചുകുട്ടികളൊന്നും ഇത് കാണണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പാട്ടില് കുറച്ച് സീനെങ്കിൽ കുഴപ്പമില്ല. പാട്ട് മുഴുവനും ആ സീനാണെങ്കിൽ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാൻ വാക്കൊന്നുമില്ല. അതാണ് ഈ സീനില്. യാഷും കിയാര അദ്വാനി ലവറാണ്. ബാക്കി ബന്ധമില്ല. ಪ್ರಾಯವೂ ಹಗುರ ತೊರೆದ ಉಗುರ ಕವಿತೆ എന്താണ് ഉദ്ദേശം? റോക്കിയുടെ ഫിറ്റ്നസ് സൂപ്പർ ആയിട്ടുണ്ട്. ഇതാ ഫോട്ടോ നേരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടാണ്. പാട്ടാണ് അത് തോന്നുന്നു. പാട്ട് മുഴുവൻ അതാണ്. ഓ, ബാക്കില് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അയ്യേ, ഇതാര്? ഇത് കഥയിലെ ഒരു ടിസ്റ്റ് പറഞ്ഞ ഇതാര്? ഇത് പുതിയ ആളല്ലേ? കിയാര അദ്വാനി അല്ലല്ലോ. നേരത്തെ യാഷിന് ഇവിടെ മറ്റേ ടാറ്റു ഉണ്ടായിരുന്ന. ഓ മൈ ഗോഡ്, ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഒന്ന് കമന്റ് ചെയ്തേ. ഇതാര് ഇത്? ഇതൊക്കെ ആരുടെ? ನಿನ್ನಂತ ಸ್ವಾರ್ಥಿಯು ಯಾವತ್ತಾದ್ರೂ ಪ್ರೀತಿಲಿ ಬೀಳ್ಬೋದು ಅನ್ಸುತ್ತಾ? ಕಷ್ಟ ಅನ್ಸುತ್ತೆ. കഷ്ടകാലം എന്നാണോ ഉദ്ദേശിച്ചത്?
ഞാനത് കിയാരാത്ത വേണ്ടി മരിക്കുമെന്ന് തോന്നുന്നു കേട്ടാ, അല്ലെങ്കിൽ ആശി എന്നെ കൊല്ലും. അടുത്ത വിശാൽ മിശ്രയാണ് കമ്പോസർ ആൻഡ് സിംഗർ, യോഗരാജ് ഭട്ടാണ് ലിറിക്സ്, പ്രൊഡ്യൂസർ വെങ്കട് കെ നാരായണ, യാസ് എ ഗിതു മോഹൻദാസ് ഫിലിം. ഈ സർക്കസുമായിട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ, കുറെ കാണിക്കുന്നു. സംഭവം ഉണ്ട് കേട്ടോ, അതാണ് ഇത്. ഇനി മറ്റേ ഈ റോളർ കോസ്റ്റർ പൊട്ടിയുടെ വിടുവുണ്ടോ? ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്, റോക്കിംഗ് സ്റ്റാർ യാഷ്, 26 ഓഗസ്റ്റ് 2026 കാര്യം. ഓഗസ്റ്റ് 26, 2026 യാഷിന്റെ ഈ ടോക്സി പടം റിലീസ് ആവുന്നത്. അതിന് മുമ്പായിട്ട് ഒരു ഫസ്റ്റ് സിംഗിൾ എന്നൊരു ടൈപ്പിലാണ് ഈ തബാഹി എന്നൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. കമ്പോസ്ഡ് ആൻഡ് സിംഗർ ചെയ്തിരിക്കുന്ന വിശാൽ മിശ്രയാണ്. അപ്പൊ ഈ സോങ്ങിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് നിങ്ങൾ കണ്ടതുപോലെ റോക്കിംഗ് സ്റ്റാർ യാഷും കിയാര അദ്വാനിയുമാണ്. എന്തായാലും കിയാര അദ്വാനി മരിക്കാൻ ചാൻസുകൾ കൂടുതലാണ് ഈ സിനിമയിൽ. മിക്കവാറും യാഷി തന്നെയായിരിക്കും കൊല്ലാനും ചാൻസുകൾ കൂടുതലാണ്. ആ വീഡിയോ സോങ് കണ്ടതിനപ്പുറം അങ്ങനെയാണ് തോന്നുന്നത്. ആൻഡ് വീഡിയോ സോങ്ങിൽ കുറച്ച് സീൻ ഉണ്ടെന്നല്ല, സീൻ മുഴുവനുമാണ് ഒരു സോങ്. പാട്ട് മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പടം മുഴുവനും അത് മാത്രമേ ഉള്ളൂ. പാട്ട് മുഴുവനും അല്ല, പടത്തിലും ഇതേപോലത്തെ ഡയലോഗുകളും കാര്യങ്ങളും തന്നെ ആയിരിക്കും. ഇതുപോലെ തന്നെ പടം മുഴുവൻ ആ ഡയലോഗ് ഇതുപോലത്തെ സീൻസുകളും കാര്യങ്ങളും ഇതുപോലത്തെ ആയിരിക്കും. ഫുൾ വയലൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി ഈ അവർ പറഞ്ഞതുപോലെ തന്നെ അത് എത്രമാത്രം അക്സെപ്റ്റൻസ് ആവും, എത്രമാത്രം ഓഡിയൻസ് അത് സാറ്റിസ്ഫൈ ആവും, അല്ലെങ്കിൽ ഓഡിയൻസിന് അതിൽ കൺവിൻസ് ആവും എന്നുള്ളത് ആ ഗീതു മോഹൻദാസും ആ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷമേ മനസ്സിലാവും. എന്നിരുന്നാലും ഇതൊരു ഡെയർ അറ്റംപ്റ്റ് ആണ്. കാരണം ഒരു ഇമേജ് ബ്രേക്കിംഗ് ആണ് യാഷിന് ഇത് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഒരു റോക്കിംഗ് സ്റ്റാർ, ഒരു മാസ് ഹീറോ എന്നൊരു ഇമേജിൽ നിന്നിട്ട് ആ ഒരു ഇമേജ് അപ്പാടെ മാറ്റിയാണ് റോക്കിംഗ് സ്റ്റാർ യാഷ് ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഒരു ഇമേജ് ചേഞ്ച് തന്നെയാണ് ഈ സിനിമയിൽ റോക്കിംഗ് സ്റ്റാർ നടത്തിയിരിക്കുന്നത്. പിന്നെ പാട്ട് കൊള്ളാം. പിന്നെ പാട്ടിൽ പ്രത്യേകിച്ച് നോക്കാനും പിടിക്കാനും ഒന്നുമില്ല. പാട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ പാട്ടുള്ള കാര്യം വരെ ഞാൻ മറന്നുപോയി. വീഡിയോ സോങ് ആണ്, എന്നിരുന്നാലും പാട്ട് അവിടെ പാടുന്ന ഒരു കാര്യം ഞാൻ മറന്നുപോയി. ആ കാര്യം എനിക്ക് ഓർമ്മയിലേ ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്കാണ് തബാഹി നിന്ന് പാട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ പാട്ട് കൊള്ളാം, വിഷ്വൽസും കാര്യങ്ങളും കൊള്ളാം, അവരുടെ കെമിസ്ട്രിയും കൊള്ളാം. റോക്കിംഗ് സ്റ്റാറിന്റെ ഒരു ബോഡി ഫിറ്റ്നസും ഫിസിക്കും കാര്യങ്ങളും കൊള്ളാം. കിയാര അദ്വാനി ആസ് യൂഷ്വൽ ഭയങ്കര ക്യൂട്ടായിട്ട് ഗ്ലാമറസ് ആയിട്ട് അതിനുണ്ട്. എനിക്ക് തോന്നുന്നു നയൻതാര ഇതിൽ കാണിക്കുന്നുണ്ട്. നയൻതാര ഒരു വില്ലത്തിയെ പോലെ കാണിക്കുന്നു. നയൻതാര ഇനി കുശുമ്പ് കാണിക്കുന്നതാണെന്ന് അറിഞ്ഞുകൂടാ. നയൻതാര ഇങ്ങനെ നോക്കുന്നുണ്ട്. യാഷിത പോണത് അടുത്ത ഒരു ജോലിക്ക് വേണ്ടി പോകുന്നുണ്ട്. ജോലി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഈ പാട്ടിൽ. പടവും മിക്കവാറും ഇത് തന്നെ ആയിരിക്കും ഗൈസ്. മൊത്തം കണ്ടുപോകുക എന്താണെന്ന്.